ഇനി നോക്കാൻ പോകുന്നത് പാൽനോർ സിന്തസിസ്. പാൽനോർ സിന്തസിസിൽ 1,4 ഡൈകാർബണൈൽ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 1,4 ഡൈകാർബണൈൽ കോമ്പൗണ്ട്സ്. അപ്പം ഈ 1,4 ഡൈകാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ എന്താണ് സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് ആദ്യം നോക്കണം. സി 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 ആർ ഡബിൾ ബോണ്ട് ഒ ഇതല്ലേ ഒരു കാർബണൈൽ ഗ്രൂപ്പ് അല്ലേ. ആർ ഡാഷ് CH2 ഇതാണ്. ഇതിൽ ഈ 1,4 ഡൈകാർബണൈൽ കോമ്പൗണ്ടിന് നമുക്കൊന്ന് ഇതൊരു കീറ്റോ ഫോമിലല്ലേ ഇരിക്കുന്നത്. നമുക്കിതിനൊന്ന് ഈനോൾ ഫോമിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് CR OH ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ ഒരു CHും വരും CHും വരും. ഓക്കെ, ഇപ്പം അതെന്ത് ഫോമിലോട്ട് മാറി? അത് ഈനോൾ ഫോമിലോട്ട്, കീറ്റോ ഫോമിൽ നിന്നും ഈനോൾ ഫോമിലോട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിപ്പം കിട്ടിയില്ലേ, ഇതെന്താണ്? ഈനോൾ ഫോമാണ്. ഈനോൾ ഫോമിന് നമ്മൾ P2O5 ആയിട്ട് ചെയ്താൽ നമുക്ക് ഫ്യൂറാൻ കിട്ടും. P2S5 ആയിട്ട് ചെയ്താൽ നമുക്ക് തയോഫീൻ കിട്ടും. നമുക്കിനി ആരാ വേണ്ടേ? പൈറോൾ അല്ലേ. അമോണിയ ആയിട്ട് ചെയ്താൽ നമുക്ക് NH ഡബിൾ ബോണ്ട്, നമുക്ക് പൈറോൾ കിട്ടും. ഓക്കെ ആണോ? ഇതാണ് പാൽനോർ സിന്തസിസ്.